ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ്സ് ഒക്കെ തുടങ്ങാൻ, അവർക്ക് മെൻസസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിബോർട്ടി പീരീഡ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 8 വയസ്സിലും കുട്ടികൾ ആദ്യ ആർത്തവം ഉണ്ടായ കുട്ടികളെ എനിക്കറിയാം. അപ്പൊ 10 വയസ്സ് മുതൽ, നമ്മളുടെയൊക്കെ പ്രായത്തിൽ ഒരു 13 വയസ്സായിരുന്നു. അപ്പൊ 10 വയസ്സിന് മുകളിലുള്ള താഴെയുള്ള കുട്ടികൾ പോലും ഇന്ന് ആർത്തവം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ആർത്തവം ആരംഭിക്കുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ഉണ്ടാവും, ബാക്കിയുള്ള അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ഒരു വളർച്ച എത്തുമ്പോഴാണ് സാധാരണ ആർത്തവം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് തുണി ഉരിഞ്ഞ് കാണിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കതൊരു ഇൻസ്പിറേഷനാണ്, പണം ഉണ്ടാക്കാനുള്ള വഴികളാണ്. എന്നാ ചോദിക്കും 18 വയസ്സ് കഴിയാതെ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ ഒരു അത്യാവശ്യം നമ്മുടെ നാട്ടില് സമ്പൂർണ്ണ സാക്ഷരമായിട്ടുള്ള ഈ കേരളത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. പല ആൾക്കാർക്കും ഇന്നും ആയിരക്കണക്കിന്, ഞാൻ ഒരുപാട് കോളനികളിലും ഒരുപാട് ട്രൈബൽ ഏരിയാസിലും പോണ ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാനൊരു ചാരിറ്റി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പൊ നമ്മൾ അവരെ സഹായിക്കാൻ, അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. സ്ത്രീകളിൽ നിന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കേരളത്തിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഈ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോൺ വാങ്ങിച്ച്, ഇന്നത്തെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ എല്ലാം കയ്യിൽ ഫോൺ എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം അവർക്ക് ഓൺലൈൻ പഠനം, അവർക്ക് ഓൺലൈൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ കുട്ടികൾക്കെല്ലാം ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന പാരന്റ്സ് ആണ് ഇന്നുള്ളത്. ഫോണില്ലാത്ത ഒരു കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ആ കുട്ടികളുടെ കയ്യിലേക്ക് ഇവർ പാരന്റ്സിന്റെ ID കാർഡ് അല്ലെ ID വെച്ചിട്ട് അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക, ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അവരെ അക്കൗണ്ടിലേക്ക് പറയും, ഞങ്ങൾ അപ്പൊ കുറെ വീഡിയോസ് ഇടുമ്പോൾ പാരന്റ്സ് അറിയുന്നില്ല. അപ്പൊ വീഡിയോസ് ഇടുമ്പോൾ എന്റെ മോള് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നല്ല കാശ് ഉണ്ടാക്കുന്ന, ആദ്യം കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ കാണും. അല്ലെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിനെ കുറിച്ചൊന്നും ഈ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് അഹങ്കരിക്കുന്ന 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും LLM കേരള യൂണിവേഴ്സിറ്റിന്ന് റാങ്ക് വാങ്ങിച്ച് വക്കീലായിട്ട് 12 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് പോലും സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അന്വേഷിക്കേണ്ടി വന്നു. കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറയുന്നത് ഹോട്ട്സ്റ്റാർ മറ്റേത് മറിച്ചതാണ് സബ്സ്ക്രിപ്ഷൻ അറിയാവുന്നത്. അപ്പൊ അത് എനിക്ക് ഈ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് സ്വയം പറയുന്ന എനിക്ക് പോലും എന്ത് സബ്സ്ക്രിപ്ഷൻ, ഇതെന്താണ്, സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ എന്താ പ്രശ്നം, എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് അറിയുക. കാരണം വെരിഫൈഡ് അക്കൗണ്ടാണ് എന്റേത്, എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ട് ആയിട്ട് പോലും ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഈ പാവപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയും പറ്റിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞുങ്ങളും ഇത് ചെയ്ത് കാശുണ്ടാക്കാൻ, അവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി പാരന്റ്സിനെ സഹായിക്കാനായാലും വോട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായാലും അവർക്ക് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൊണ്ടു കൊടുക്കുകയല്ലേ നമ്മുടെ ഈ സെലിബ്രിറ്റി മക്കളും സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീകളും ചെയ്യുന്നത് അല്ലെ. കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്താലും ആൾക്കാർ കാണാനിരിക്കുവാണ്. എന്ത്